രാവിലെ എൻ്റെ കെട്ടിയനുണ്ടാക്കിയ മുട്ടക്കറിയായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ. പിന്നെ ഞാൻ കിച്ചണിൽ കയറുന്നത് ഒട്ടും മൂടില്ലാതാണ്. കാരണം കറിവേപ്പില തീർന്നു ഗൈസ്. കറിവേപ്പില ഇല്ലാതെ എങ്ങനെയാണ്? അതൊരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ പപ്പടത്തിന് വരെ അടി ഉണ്ടാക്കുന്ന നാട്ടുകാരൻ്റെ കൂടെയാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. പിന്നെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറികൾ എന്ന് പറഞ്ഞാൽ പയറ് തോരനും പ്രോൺസ് ഞാൻ എന്തെങ്കിലും വെക്കും, അതെന്തെങ്കിലും ആയി വരും. കാരണം എനിക്കതിനൊരു പേരില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഇങ്ങനെ ട്രൈ ചെയ്യും കേട്ടോ. അപ്പം പ്രോൺസ് റോസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതാണ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് മാരിനേറ്റ് ചെയ്യാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ല. അപ്പോൾ അത് ആക്കി വെച്ചു. ഒരാഴ്ചത്തേക്കുള്ളതൊക്കെ ഞാൻ ആക്കി വെക്കും കേട്ടോ. അപ്പം മാരിനേറ്റ് ചെയ്യാനൊക്കെ ഈസി ആണല്ലോ, അതാണല്ലോ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഞാൻ എല്ലാം അരിഞ്ഞ് പെറുക്കി വെക്കും. മോരിന് കാച്ചാനുള്ളത്, പിന്നെ പ്രോൺസിനുള്ളത്, തോരനുള്ളത് എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ട് അരിയൊക്കെ കഴുകിയിട്ടിട്ട് ഞാൻ കുക്ക് ചെയ്യും. അപ്പോൾ പിന്നെ വെറുതെ അരിയാൻ പോകണ്ട. അപ്പോൾ അത് കരിഞ്ഞു പോവും. കുഞ്ഞിനെ നോക്കാൻ പോകുമ്പോൾ പിന്നെ അത് എങ്ങനെയെങ്കിലുമൊക്കെ അലമ്പായി പോവും. അങ്ങനെ ദേവൂട്ടിനൊരു നാപ്പൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നായിരുന്നു. അത് കഴിഞ്ഞ് പയർത്തോര റെഡിയായി, മോര് കറി റെഡിയായി. അങ്ങനെ ഞാൻ അടപ്പെടുത്ത് ഒരു പാനിലേക്കൊന്ന് ജസ്റ്റ് വെച്ചതേ ഉള്ളൂ. അത് ഒട്ടിപ്പിടിച്ച് ഗൈസ്, അത് ഇളക്കി വരുന്നില്ല. അപ്പോൾ എൻ്റെ റെസ്ക്യൂ ടീം വന്നു, സിമ്പിളായിട്ട് ഇളക്കി എടുത്ത് തന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ആളെ വെക്കാൻ പോവാണ്, പ്രോൺസ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ വലിയ ഐഡിയ ഒന്നുമില്ല. എന്നാലും ബാക്കിയിരുന്ന കറിവേപ്പില നുള്ളി പറക്കി ഞാൻ പ്രോൺസിന് കൊടുത്തു. അപ്പോഴത്തേക്ക് ചോറൊക്കെ റെഡിയായി വന്നു. ഞാൻ എൻ്റെ പ്രീ വർക്കൗട്ട് ഷേക്ക് ഉണ്ടാക്കി കുടിച്ചു. അങ്ങനെ നമ്മുടെ പ്രോൺസ് റെഡിയായി ഗൈസ്. അതുകൊണ്ട് ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ജിമ്മിൽ പോവുകയാണ്. ഇന്നൊരു ജസ്റ്റ് 1 hour സെഷനെ പോകുന്നുള്ളൂ. ജസ്റ്റ് കാർഡിയോ ഒക്കെ ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജിമ്മിൽ പോയി. നല്ല വെതർ, ഇപ്പോൾ കോസിയായിട്ട് കയറി കിടന്ന് ഉറങ്ങാൻ തോന്നും, പക്ഷേ ഞാൻ ഉറങ്ങുന്നില്ല. ഞാൻ ജിമ്മിൽ പോയിട്ട് പ്രൊട്ടക്റ്റീവായിട്ട് തിരിച്ച് വന്ന് എന്താ പറയുക, കുളിച്ച് ഫ്രഷായിട്ട് എൻ്റെ മോട്ടിവേഷൻ എന്തായിരുന്നെന്ന് അറിയോ? ആ ചോറും കൊഞ്ചും മോരും ഒക്കെ ഒഴിച്ചിട്ട് ആ പയറുതോരനൊക്കെ കൂട്ടി ഇങ്ങോട്ട് കഴിക്കുക. അതായിരുന്നു ഇന്നത്തെ എൻ്റെ മോട്ടിവേഷൻ. അപ്പോൾ അത് കഴിച്ചു. അത്രയുള്ളൂ ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാം. Bye.